മനസ്സും ചിന്തിച്ചിട്ട് എന്താ ഞാനാകാത്തതെന്ന് ചോദിച്ചാൽ ജാകാത്തോണ്ട് തന്നെ അതാണുള്ളത്. അല്ലാഹു തആല തീരുമാനിച്ചാൽ പിന്നെ അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ ആ ചരിത്രം പറയുന്നുണ്ട്. വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലികൻ ഖാലൂ അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു. അപ്പോ നിങ്ങൾക്ക് താലൂത്ത് എന്ന് പറഞ്ഞ ഒരാളെ ലീഡറാക്കി അല്ലാഹു തന്നിട്ടുണ്ട്. ഈ ലീഡറുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം. അങ്ങനെ അള്ളാന്റെ തീരുമാനം പറഞ്ഞപ്പോ ഇവർ ചോദിച്ചു, അതെങ്ങനെ താലൂത്ത് രാജാവാകല് ഉണ്ടല്ലോ, അതെങ്ങനെ മൂപ്പരങ്ങോട്ട് പോകരുന്ന് ചോദിച്ചില്ലേ? അത് പോയ കോരം നേരത്തെ പൊന്മുൾ ഉസ്താദ് പറഞ്ഞല്ലോ, പട്ടാള ക്യാമ്പിന്റെ ഉള്ളിലത്തെ പള്ളി ഉദ്ഘാടനത്തിന് എ പി ഉസ്താവാണെന്ന് വെച്ചാൽ അത് പറ്റൂല. ഞങ്ങളും അതിന്റെ ആൾക്കാരാണ് ബേക്കിലാണ് ചെന്നാൽ അപ്പ കാണാൻ പൊട്ടുന്നത്. അപ്പൊ പാറാടുത്ത പോകുമ്പോ അല്ല പൊട്ടുക, അങ്ങനെ ഉണ്ടല്ലോ. അംഗീകരിച്ചാൽ പൊട്ടും. അപ്പൊ അതൊക്കെ ഓരോന്നോരോ ഇന്നതുണ്ട്. ഇവിടെ അല്ലാഹു തആല താലൂത്തിനെ രാജാവാക്കി എന്ന് പറഞ്ഞപ്പോ ഇവരെ ചോദ്യം, അതെങ്ങനെ? ഞങ്ങൾക്കല്ല അതിനേക്കാൾ അധികാരമുള്ളത്, ഞങ്ങളാണ് അവിടെ എല്ലാം, പിന്നെ എങ്ങനെ ഇവര് ചോദിക്കാൻ? ആ സമയത്ത് വലം യൂത്ത സാത്തം മിനൽ മാൽ, അയാൾക്കാണെങ്കിൽ സമ്പത്തില്ല, ഒന്നുമില്ല, ഇയാളെങ്ങനെ നേതാവാക്കും? ഇതാണ് അതിന് മറുപടി. അതെങ്ങനെ മൂപ്പർക്ക് കിട്ടണ്? വേറെ ആരുല്ലേ? ഒറ്റ മറുപടി, ഇന്നല്ലാഹു, അല്ല അങ്ങനെ തെരഞ്ഞെടുത്തു. അതിന് പിന്നെ യാതൊരു മാർഗവും ഇല്ല. അതിന് സാധാരണ പറയുന്നുണ്ട്, ചില ആൾക്കാർ കല്യാണം കഴിച്ച് 10 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ, 4 കുട്ടികൾ ഭൂമിയിലുണ്ടാവും. ചില ആൾക്കാർ 82 കൊല്ലാണ്, അള്ളാന്റെ ഓഫീക്കോടെ ഒറ്റൊന്നും ഉണ്ടാവൂല. അതിനിപ്പോ എങ്ങനെ അയാൾക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇന്നല്ലാഹുസ്തഫാഹു, വേറെ മാർഗമില്ല. അള്ളാഹു തആല കൊടുക്കുകയാണ്. അത് ഓരോന്നും അംഗീകാരമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇന്നല്ലാഹുസ്തഫാഹു, അള്ളാഹു തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അലൈക്കും വസാദഹു ബസ്തൻ ഫിൽ ഇൽമി വൽ ജിസ്മി. പിന്നെ അംഗീകാരത്തിൽ ലീഡർഷിപ്പിനും വേണ്ട 2 ക്വാളിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. ഒന്ന് ഇൽമ്, 2 ജിസ്മ് ഉണ്ടല്ലോ. ആരാണ് ഞങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചാൽ ആരാണാവോ ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, അതാ കണ്ടാൽ തന്നെ അതാ നേതാവ്. അങ്ങനെ നിങ്ങൾ അത് അല്ലാഹു തആല നേതാവാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പടച്ചാൽ അതിന്റെ വേണ്ട യോഗ്യതകളൊക്കെ കിട്ടും. വല്ലാഹു യൂതി മുൽക്കഹു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു അധികാരം കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അല്ലാഹു തആല കൊടുക്കും, തടുക്കാൻ കഴിയുന്നവൻ ആരുമില്ല. അപ്പൊ പിന്നെ ഇവർക്കൊരു സംശയം, അങ്ങനെ താലൂത്ത് നേതാവാണെങ്കിൽ അതിനെന്താ തെളിവ്? തെളിവുകൾ കാണിച്ചു തരാണെങ്കിൽ ഓക്കെ, ഉടനെ തെളിവ് കൊടുത്ത് നോക്ക് നിങ്ങൾ. എവിടെ നമ്മൾ പിടുത്തം? ആ സമയത്ത് തെളിവ് പറഞ്ഞു, വകാലലഹും നബിയുഹും ഇന്ന ആയത്ത മുൽക്കി അൻ യഅതിയകുമുത് താബൂത്ത്. ഇവിടെയാണ് മുജാഹിദും ജമാഅത്തും മാധ്യമത്തിന്റെ ആൾക്കാരും സെൽസിബിന്റെ ആൾക്കാരും അൽമനാറിന്റെ ആളുകളും എല്ലാം ഉള്ളു കൂടെ വെക്കണത് വിലികാരും. അങ്ങനെ ഉണ്ടോ? പറഞ്ഞ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. എല്ലാം ക്ലിപ്പടക്കിട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ താലൂത്ത് രാജാവാണ് അല്ലെങ്കിൽ നേതാവാണെന്നതിന്റെ തെളിവ് അള്ളാഹു പറയുന്നു, നിങ്ങൾക്കൊരു പെട്ടി വരികയാണ്. ആ പെട്ടിയിലുള്ളതാണെങ്കിൽ എന്താണ്? സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ ആസാറുകളാണ്. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസാ വ ആലു ഹാറൂൻ. ഹാറൂൻ നബിയുടെയും മൂസാ നബിയുടെയും അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ കുടുംബം ഉപേക്ഷിച്ചു പോയ ആസാറുകളാണ്, പുരാവസ്തുക്കളാണ്. ഇതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഫീഹി സക്കീനത്ത് എന്നാണ്. ആ പെട്ടിയിൽ സക്കീന ഉണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. അവരിപ്പം അങ്ങനെ ഇപ്പൊ ഈ മന്ത്രിച്ചൂതാന് ക്ലിപ്പി ആട്ടുതരാ, പിന്നെ റുക്കിയ ഷറയ്യ എന്ന് പറഞ്ഞ് കണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് മുജാഹിദികൾ. ഇതിപ്പോ അല്ലാതെ പറഞ്ഞപ്പോ ഒരു നാടൻ കാക്ക വെച്ചു, ഇതെത്താ പിന്നെ റുക്കിയാനെ കൊണ്ട് ഇങ്ങനെ കളിച്ചിരുന്നു. അപ്പൊ റുക്കിയ പറഞ്ഞാല് മൂപ്പര് വിചാരിച്ച പെണ്ണിന്റെ പേരാണ് എന്നാണ്. മന്ത്രം എന്നാണ് ഈ പറയണതേ. മുമ്പ് നിർത്തി ശിർക്കാക്കിയതൊക്കെ ഇപ്പൊ തോക്കിയതായിട്ടുണ്ടല്ലോ. എന്നതുപോലെ ഇവിടെ സക്കീനത്തുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സമാധാന പെട്ടിയിലുണ്ട്. എന്തേ കാരണോ? വകാനു യസ്തഫ്തിഹൂന ബിഹി അലാ അദുവിഹിം വയുഖദ്ദിമൂനഹു ഫിൽ ഖിതാലി വയസ്കുനൂന ഇലൈഹി. അവർക്ക് ടെൻഷൻ വരുമ്പോ ആ പെട്ടിന്റെ അടുത്തൊന്നാണ് പോവുക. യുദ്ധം വരുമ്പോ ആ പെട്ടി മുമ്പിലാണ് വെക്കുക. മഴ ഇല്ലാതെ നിൽക്കുമ്പോ ആ പെട്ടി മുമ്പിൽ വെച്ചാൽ ദ്വാരക്കുക. ഇതൊക്കെ ശിർക്കല്ലേ? ഇങ്ങനുണ്ടോ? ഒരു മനുഷ്യന്മാര് ഉപേക്ഷിച്ച അവരുപയോഗിച്ചൊരു സാധനം, ആ സാധനം മുമ്പിൽ വെച്ച് അത് പൂജയാകൂലേ? പൂജയാകൂലേ? എനിക്കറിഞ്ഞൂടാ, അള്ളാഹ് പരിചയപ്പെടുത്തുകയാണ്.
അള്ളാഹ്ക്ക് പൂജ്യമായി തോന്നാത്ത നിങ്ങൾക്ക് തോന്നി നിങ്ങൾ പൂജ്യം എന്നാകുക എന്നല്ലാതെ അല്ലേ? ഇങ്ങനെയല്ലേ ഉള്ളൂ. രാജാവിനേക്കാളും വലിയ രാജ്യഭക്തി വേണോ? ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളും ജമാഅത്ത് ഇസ്ലാമിയും ഇതിനെ വിമർശിക്കുന്ന ആളുകളും അത് അന്ധവിശ്വാസം അനാചാരമാക്കിയിട്ട് അല്ലെ അന്ധവിശ്വാസത്തിന് ആടാനൊരു മുടിയെന്നൊക്കെ പറഞ്ഞ് ഈ ലേഖനങ്ങൾ എഴുതിയ ആളുകളും ഓദ്രമാനാളെ വരെ തുടക്കം കുറിച്ചതൊക്കെ ഒക്കെ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുന്ന ആളുകളും അള്ളാഹുവിന്റെ ഖുർആനെയാണ് കൊഞ്ഞനങ്ങുത്തുന്നത് സത്യത്തിൽ. അതല്ലാതെ AP ഉസ്താദിനെയോ സുന്നത്തമാഅത്തിന്റെ പ്രസ്ഥാനത്തെയോ അല്ല. അപ്പൊ യുദ്ധഘട്ടത്തിൽ പോലും ഈ ബറക്കത്താക്കപ്പെട്ട വസ്തു മുമ്പിൽ വെച്ചിട്ട് നിന്നാൽ വിജയം കിട്ടുന്നു, മഴയില്ലാഞ്ഞാൽ മഴ കിട്ടുന്നു, സർവോപരി മനസ്സമാധാനം ലഭിക്കുന്നു. എന്താണ് ഇപ്പൊ പെട്ടിക്കകത്തുള്ളത്, ആ പേടകത്തിലുള്ളത്? ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറയുന്നു, മൂസ വഇമാമതു ഹാറൂൻ വഖഫീസുൻ മിനൽ മന്നില്ലദീ കാന യൻസിലു അലൈഹിം വറുലാലും മിനൽ അൽവാഹ്. നോക്കാ നിങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 പഴഞ്ചെരുപ്പ്, ആ മൂസാ നബിയുടെ തലീകെട്ട്, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലീകെട്ട്, മൂസാ നബിന്റെ വടി. പിന്നെ അന്ന് അള്ളാഹ് ഇറക്കി കൊടുത്ത ഫാസ്റ്റ് ഫുഡ് ഉണ്ട്, മന്നും സെൽവിയും ഇല്ലല്ലോ, കട്ടിത്തേനും കാടപ്പക്ഷിയും. നമ്മളൊക്കെ ഇപ്പൊ തുടങ്ങിയതാ ഈ ഫാസ്റ്റ് ഫുഡ് പറഞ്ഞ പരിപാടി. നിത്താക്കാത്ത് ഇറങ്ങിയപ്പോൾ ഫാസ്റ്റ് ഫുഡിന്റെ എണ്ണ കയറിയിരിക്കണം. ഇങ്ങനെയുള്ളോ, നിത്താക്കാത്ത് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അധികം കായൊന്നും ഉണ്ടാവൂല. അപ്പൊ ഒരു 3-4 പദ്ധതിയാണ് പലയിടത്തും ഉണ്ടാക്കൽ. ഒന്നുകിൽ കരിമ്പും ജ്യൂസിന്റെ ഒരു മെഷീൻ വാങ്ങുക, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ അങ്ങടിക്ക് ഇറക്കുക, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് തുടങ്ങുക. ഇങ്ങനെയുള്ള മൊത്തമുള്ള അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. ഏതായാലും അത് ഇപ്പോഴാണ്. അന്ന് അള്ളാഹു തആല ഇറക്കി കൊടുത്ത ഫാസ്റ്റ് ഫുഡാണ് മന്നും സെൽവയും. ഇത് അന്ന് ഇറക്കിയിട്ട് ഫ്രിഡ്ജും കൂടി ഇല്ലാതെ ഈ പെട്ടിയിൽ അള്ളാഹ് സൂക്ഷിച്ചു നൂറ്റാണ്ടുകളോളം. എന്നിട്ട് ഇപ്പൊ താലൂത്ത് വന്നപ്പോ ഈ താലൂത്താണ് ഇട്ടോ നിങ്ങളെ നേതാവ് എന്ന് തെളിയിക്കാൻ വേണ്ടി അള്ളാഹ് ഇറക്കിക്കൊടുത്തത് ഈ തിരുശേഷിപ്പും. അങ്ങനെയാണോ വന്നത് അള്ളാഹു ആലം. ഏതായാലും ഞാൻ അത് പറയാൻ ഞാൻ അർഹനല്ലാത്തതുകൊണ്ട് ഞാൻ പറയല്ല. അതായത് നേതൃത്വത്തിനെ തെളിയിക്കാൻ വേണ്ടി തിരുശേഷിപ്പുകൾ ഇറങ്ങാം എന്ന് ഈ പറഞ്ഞ ആയത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ളത് ഏതുവാകട്ടെ, ഇങ്ങനെ ഈ തിരുശേഷിപ്പുകളെ കുറിച്ച് പറഞ്ഞത് തഹമിൽഹുൽ മലായിക, അത് ചുമന്നു കൊണ്ടുവരുന്നത് ആരാ? ഖസറജി അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരല്ല, മലായിക്കത്ത് തന്നെ ചുമത്തിട്ട് കൊണ്ടുവരികയാണ്. കാരണം ഇത് അള്ളാഹ് സൂക്ഷിച്ചു വെച്ച സാധനമാണ് ഇക്കൊണ്ടുവരുന്നത്. അപ്പൊ അത് മലായിക്കത്ത് തന്നെ കൊണ്ടുവരികയാണ്. ആ മലായിക്കത്ത് കൊണ്ടുവന്ന ആ തിരുശേഷിപ്പിനെ കുറിച്ച് അള്ളാഹ് പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയത്തൻ ലക്കും, നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട് കൂട്ടരെ, വെറുതെ അല്ല. ഇൻകുന്തു മുഅ്മിനീൻ, അല്ലാഹു തആല ഡിമാൻഡ് വെച്ചിട്ടാ പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തം ഉണ്ട്. അപ്പൊ ഇനി ആർക്ക് ദൃഷ്ടാന്തമായി തോന്നണില്ലേ? വിശ്വാസം ഇല്ല, കുഴപ്പമില്ല. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു ഈ രീതിയിലാണ് തിരുശേഷിപ്പുള്ളത്. അതങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും പല തിരുശേഷിപ്പുകളും. ഇതെന്തിനാണ്? കാലെത്ര പഴക്കം ചെന്നാലും മുൻഗാമികളാകുന്ന മഹത്തുക്കളെ, മഹാന്മാരെ, മഹത്വപ്പെടുന്ന വസ്തുക്കളെ ആദരിക്കണം, അംഗീകരിക്കണം. ഇത് ഗ്രന്ഥങ്ങളെയും, അതുകൊണ്ടാണ് മറ്റെല്ലാ ഗ്രന്ഥങ്ങളും നിർവീര്യമാക്കിക്കൊണ്ടാണ് ഖുർആൻ വന്നത്. എന്നിട്ടും ആ ഖുർആൻ പറയുന്നത് എന്താ? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുമ്പ് കഴിഞ്ഞ ഗ്രന്ഥങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ്. ഒന്നിനും നിരാകരിക്കുന്നില്ല, ആരെയും തള്ളിക്കളിയില്ല, എല്ലാരെയും അംഗീകരിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ അടക്കം ഈ രീതിയിൽ വന്നത്. ഇനി അങ്ങനെ വരുമ്പം അങ്ങനത്തെ മഹത്തുക്കളെ ആരെങ്കിലും നിരാകരിച്ചാൽ ഒരു പരിധി വരെ സഹിക്കും, പരിധി വിട്ടാൽ പണിഷ്മെന്റ് ഇറക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രബോധകൻ ഷെയ്ഖുന നൂഹ് നബി എന്ന ചരിത്രത്തിൽ കാണും. എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരെ കൂട്ടത്തിലെ ഷെയ്ഖുന. ഈ ഷെയ്ഖുന എന്ന് പറഞ്ഞൊന്നും തോന്നിയവർക്കൊക്കെ കൊടുക്കാനുള്ളതല്ല, അതിന് ഓരോരോ യോഗ്യതകളുണ്ട്. അതുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണുന്നത് ഷെയ്ഖുൽ അംബിയ എന്നാണ്. 950 കൊല്ലം പ്രവർത്തനം നടത്തിയ ആളാണ്. ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഅ്ള് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ പരിഹസിക്കാൻ തുടങ്ങി. വേറെ പണിയൊന്നുമില്ലേ? ഇപ്പൊ SVS സർക്കുലർ കണ്ടില്ല നിങ്ങൾ? സാന്ത്വനം എന്ന് പറഞ്ഞേക്കാണ്ട് ആശുപത്രിയിൽ ഈ പറഞ്ഞ അമ്മായിമാർക്ക് ക്ലാസ് വേറെ, അതുപോലെ തന്നെ മരുക്കൾക്ക് ക്ലാസ് വേറെ, ആപ്പാക്കുപ്പാട്ടിമന് ക്ലാസ് വേറെ, കല്യാണം കഴിഞ്ഞ ആഫ്റ്റർ മാരേജ് ചെക്കന്മാർക്ക് ക്ലാസ് വേറെ. ഇങ്ങനെ ഓർത്ത് നിങ്ങൾക്ക് തന്നെ പണിയുള്ളൂ. അതെ, അൽഹംദുലില്ലാഹ് നമ്മളെ പണി ഇങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട്? ജനങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഉത്ബുദ്ധരായിട്ട് നന്നാകട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഇപ്പൊ SVS അടുത്ത 6 മാസത്തെ ക്യാമ്പയിനും പരിപാടിയൊക്കെ അങ്ങനെയാണ്. വേറെ എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് നടക്കും.
നടക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പരിഹാസ രൂപത്തിൽ ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ചോദിച്ചു, വേറെ പണിയില്ലേന്ന് ചോദിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമ കൊട്ടപ്പം പടച്ചവനോട് വേർന്നു, റബ്ബേ, ഇപ്പൊ ഉസ്താക്കോട് വേർന്നു പോയല്ലോ, ഇതേപോലെ റബ്ബേ റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരിന ദയ്യാറ, ഇജ്ജ് ബച്ചക്കല്ല റബ്ബേ. അങ്ങനെയാണ് വെള്ളപ്പൊക്ക സുനാമി. നോക്ക് നിങ്ങൾ, സുനാമി തന്നെ ഇബ്നു കസീറൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. 15-25 മീറ്റർ മുകളിലേക്കൊക്കെയാണ് തിരമാല പൊങ്ങിയത്. അതന്നെ സുനാമിന്റെ സ്വഭാവം. ആ സുനാമി ഇങ്ങോട്ടുണ്ടായി, അള്ളാഹു നല്ല അദാബ് അങ്ങോട്ട് ഇറക്കി. എന്തേ? അള്ളാന്റെ ദീനി പ്രബോധന നൂഹ് നബിയെ പരിഹസിച്ചു. ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. സ്വാലിഹ് നബി വന്നു, ആൾക്കാർ അടയാളം ചോദിച്ചു. അത്ഭുതത്തിൽ ഒട്ടകത്തിനെ പാറയുടെ ഉള്ളിൽ നിന്നാണ് പുറപ്പെടുവിച്ചത്. ഈ ഒട്ടകത്തിനെ ബഹുമാനിക്കാൻ പറഞ്ഞപ്പോ ഖുദാറിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു, അങ്ങനെ നീ നമ്മളെ കിട്ടൂല, ആ ഒട്ടകവും നമ്മളെ നാട്ടിലെ ഒട്ടകവും പാത്തുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഒക്കെ കണക്ക് തന്നെയാണ്. അങ്ങനെ കൊല്ലുന്നു പറഞ്ഞു. ഒട്ടകത്തെ കൊന്നു. അള്ളാഹു ഉത്തര നല്ലൊരു ഭൂമി ഉലുക്കം കൊടുത്തു. ഇന്നും ആ പ്രദേശം അങ്ങനെ തന്നെ കമ്പിവേലി കൊണ്ട് വളച്ചു കെട്ടിയിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൽ ഇതുപോലെ വന്ന റബ്ബിനെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അള്ളാഹു ഉത്തര അദാബറുക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇരിക്കട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ അള്ളാഹു ഉത്തര ആദരവ് കൊടുത്തിട്ടുണ്ട്. ഈ ആദരവിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം കഅബയുടെ പരിസരത്ത് ഒരുപാട് ബിംബങ്ങളുണ്ടായിരുന്നു. ഈ ബിംബങ്ങളെ മുഴുവനും ഇസ്ലാം വന്നതിന് ശേഷം എടുത്തങ്ങോട്ട് ഒഴിവാക്കി. എന്നാൽ ഒഴിവാക്കാത്ത 2 എണ്ണം, സഫ മർവ, രണ്ടും പാറയാണ്. ഒഴിവാക്കാത്ത ഒന്ന് മഖാം ഇബ്രാഹിം, അതും പാറക്കല്ലാണ്. ഒഴിവാക്കാത്ത ഒന്ന് ആ ഹജറുൽ അസ്വദ്. ഇതൊക്കെ സത്യത്തിൽ ശിർക്ക് വരും എന്ന് പേടിയുണ്ടായിരുന്നെങ്കിൽ അള്ളാനെ മാത്രം ബഹുമാനിക്കുക, അള്ളാനെ മാത്രം ആരാധിക്കുക, അള്ളാനെ മാത്രം ആദരിക്കുക. അത് ഇതൊക്കെ ശിർക്കിലേക്ക് കൂട്ട്. ശിർക്കോ വസീലത്തുള്ള ശിർക്കോ ഇപ്പൊ പുതിയ അങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്, ജിന്നിനോട് സാധോടിയപ്പം. അതറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഇങ്ങനെ വല്ലതും മറ്റേ അഗർ ഹഖീഖത്തെ ശിർക്ക് നെയ്യോത്തോ മുശാബത്ത് ശിർക്ക് എന്ന് പറയണേ, ആ നീതി ശിർക്കിന്റെ ചോയെങ്കിലും ഉണ്ടെങ്കിൽ സത്യത്തിൽ ഈ പറഞ്ഞ ആസാറുകളെയൊന്നും അല്ലാഹു തആല ഇട്ടേച്ചു പോകുമായിരുന്നില്ല. ഇതൊക്കെ അംഗീകരിച്ചത് കൊണ്ടാണ് കാലാകാലങ്ങളിലെ പൂർവിക മുസ്ലിങ്ങൾ കടന്നു വന്നത്. ഈ പറഞ്ഞ പാറിന്റെ പ്രസക്തി, കല്ലിന്റെ പ്രസക്തി, കഅബത്തിന്റെ പ്രസക്തി, വെള്ളത്തിന്റെ